ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ എടുക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് കൺസെപ്റ്റ് ഓഫ് റവന്യൂ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. അപ്പോൾ എന്താണ് വരുമാനം നോക്കാം. ടോട്ടൽ റവന്യൂ ഓഫ് എ ഫേം ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ സെയിൽസ് പ്രൊസീഡ്സ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഒരു ഉൽപ്പാദകൻ ഉൽപ്പാദിച്ച വസ്തുക്കളെല്ലാം തന്നെ കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് അഥവാ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന വരവ്, ആ വരവിനെ എന്തു പറയാം? വരുമാനം എന്ന് പറയാം. ഈ വരുമാനത്തെ അല്ലെങ്കിൽ ഈ റവന്യൂയെ മൂന്നായി തിരിക്കാം. ടോട്ടൽ റവന്യൂ മൊത്തം വരുമാനമെന്നും, ആവറേജ് റവന്യൂ ശരാശരി വരുമാനമെന്നും, മാർജിനൽ റവന്യൂ അഥവാ സീമാന്ത വരുമാനം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. അപ്പോൾ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പാദകൻ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം മുഴുവൻ കൊണ്ടുപോയി കമ്പോളത്തിൽ വിൽക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ടാവുമല്ലോ, ആ വരുമാനം അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വരവ്, അതിനെന്ത് പറയാം? വരുമാനം എന്ന് പറയാം. ഇതിന് മൂന്നായി തിരിക്കാം: മൊത്തം വരുമാനം, ശരാശരി വരുമാനം, സീമാന്ത വരുമാനം. അപ്പോൾ ടോട്ടൽ റവന്യൂ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഗുണിച്ചാൽ മതി. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം വരുമാനമാണെന്ന് പറഞ്ഞു അല്ലേ? മൊത്തം വരുമാനം കാണാൻ വിലയും അതുപോലെ തന്നെ അളവും തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? ടോട്ടൽ വരുമാനം നമുക്ക് ലഭിക്കും. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ അത് ഏതിനോട് ഈക്വലാണ്? പി എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൈസ് ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ പി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ആണ്, ക്യൂ പറഞ്ഞാൽ ക്വാണ്ടിറ്റി. അപ്പോൾ എത്ര പ്രൈസിലാണോ ഒരു സാധനം വിൽക്കുന്നത്, അത് എത്ര അളവിലാണോ വിൽക്കുന്നത്, ഇത് രണ്ട് തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? മൊത്തം വരുമാനം കിട്ടും. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പോൾ കടയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു വസ്തു, അത് തേങ്ങയാണ് കൊണ്ടുപോയി വിൽക്കണമെങ്കിൽ ഒരു തേങ്ങയ്ക്ക് ഇപ്പോൾ 20 രൂപയാണുള്ളതെങ്കിൽ നമ്മൾ അങ്ങനത്തെ എത്ര ക്വാണ്ടിറ്റി? 5 ക്വാണ്ടിറ്റി കൊണ്ടുപോയി വിൽക്കുന്നു. അപ്പോൾ എന്താ വില എന്ന് പറഞ്ഞാൽ അവിടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അവിടെ 20 ആണ്, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ 5 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 20 × 5 അല്ലേ? അതായത് 100 റുപ്പീസാണ് അവിടെ കിട്ടിയ വരുമാനം. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാൻ? ടോട്ടൽ റവന്യൂ നമുക്ക് കാണാവുന്നതാണ്. ഇനി ടോട്ടൽ റവന്യൂ കാണുന്ന ഇക്വേഷൻ ഇത് അവിടെ കൊടുത്തുന്നു. TR = P × Q. ഇപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ആവറേജ് റവന്യൂ എങ്ങനെ കാണാം? ആവറേജ് റവന്യൂ പറഞ്ഞാൽ ശരാശരി വരുമാനമാണ്. ശരാശരി കാണാൻ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ടോട്ടലിനെ അവിടെയുള്ള അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് കാണാൻ പറ്റും. അപ്പോൾ ശരാശരി കാണാൻ, ശരാശരി വരുമാനം കാണുക പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റിയാണ്. ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് റവന്യൂ കിട്ടും. ദെൻ ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏതിനോട് ഈക്വൽ ആണെന്ന് പറയാം? പ്രൈസിനോട് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ശരാശരി വരുമാനം എന്ന് പറഞ്ഞാൽ അത് വിലയോട് ഈക്വൽ ആണ്. അപ്പോൾ AR = AR എന്ന് പറഞ്ഞാൽ എന്താണ്? AR = AR മീൻസ് എന്താ? ശരാശരി വരുമാനം അല്ലേ? അത് ഏതിനോട് ഈക്വൽ ആണ്? പ്രൈസ് അഥവാ വിലയോട് ഈക്വൽ ആണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ആണ് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ΔTR/ΔQ. ഈ സിമ്പലിനെ ഡെൽറ്റ എന്നാ പറയുക. ഡെൽറ്റ മീൻസ് ചേഞ്ച് എന്നാണ്. എന്താണ്? ചേഞ്ച്. അതായത് ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ടോട്ടൽ റവന്യൂവിൽ വരുന്ന മാറ്റത്തെയാണ് എന്ത് പറയുക? MR അഥവാ സീമാന്ത വരുമാനം, മാർജിനൽ റവന്യൂ എന്നൊക്കെ അതിനെ പറയാം. അപ്പോൾ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ടേബിളിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് 10 റുപ്പീസാണ്. ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് ഉണ്ട് അല്ലേ? അവിടെ TR ആണ് ആദ്യത്തെ കോളം, നെക്സ്റ്റ് കോളം MR, ദെൻ AR ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കോളത്തിലും എന്താണ് കൊടുത്തിട്ട് നോക്കൂ. ഫസ്റ്റ് പ്രൈസ് 10 റുപ്പീസ് ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി എന്താ? 0 ആണ് അല്ലേ? അപ്പോൾ ആകെ 10 രൂപ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വിൽപ്പനയ്ക്ക് ഒന്നും കയ്യിലില്ല, അതുകൊണ്ട് 0 ആണ്. അപ്പോൾ കിട്ടിയ വരുമാനം ടോട്ടൽ റവന്യൂ 0 ആണ്, മാർജിനൽ റവന്യൂ 0 ആണ്, ആവറേജ് റവന്യൂ 0 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് റോ മുഴുവൻ എന്തായി? 0. ദെൻ നെക്സ്റ്റ് കേസിൽ എന്താ? 10 രൂപ ഉള്ളപ്പോൾ ക്വാണ്ടിറ്റി ഒരെണ്ണം സെയിൽ ചെയ്യാനുണ്ടായി അല്ലേ? അപ്പം നമുക്ക് ടോട്ടൽ റവന്യൂ കാണാൻ എന്താ ചെയ്യേണ്ടത്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആണ് എന്ത്? ടോട്ടൽ റവന്യൂ. അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റിയും ഇവിടെ ഗുണിച്ചാൽ 10 × 1 ഗുണിച്ചാൽ എന്ത് കിട്ടി? ടോട്ടൽ റവന്യൂ 10 ആണെന്ന് കിട്ടി. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ന്ന് ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ ടോട്ടൽ റവന്യൂവിൽ വന്ന മാറ്റം എത്രയാണ്? 0 നിന്ന് 10 ആയില്ലേ? അപ്പോൾ അവിടെ വന്ന വ്യത്യാസം എത്ര? 10 അല്ലേ? അപ്പോൾ അതാണ് എൻ്റെ മാർജിനൽ റവന്യൂ. ഇനി ആവറേജ് റവന്യൂ എന്താണ്? 10 ആണ്. എങ്ങനെ ആവറേജ് റവന്യൂ 10 ആയത്? അതായത് ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റിയാണ് ആണല്ലോ. അപ്പോൾ ടോട്ടൽ റവന്യൂ ഇവിടെ എത്രയാണ്? 10. അപ്പോൾ 10/1 മീൻസ് എന്താ? 10 തന്നെ. അതുകൊണ്ട് മാർജിനൽ റവന്യൂ എന്താണെന്ന് പറയാം? 10 ആണെന്ന് പറയാം. അതാണ് രണ്ടാമത്തെ കേസിൽ എന്തായത്? 10 ആയത്. ദെൻ മൂന്നാമത് പ്രൈസ് നോക്കുമ്പോൾ പ്രൈസ് ചേഞ്ച് ഇല്ല, 10 തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റും കൂടി 1 എന്നുള്ളത് 2 യൂണിറ്റായി. അപ്പോൾ 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ടോട്ടൽ റവന്യൂ എത്രയാണ്? 10 × 2 = 20 ആണല്ലോ. ദെൻ നെക്സ്റ്റ് എന്താ? മാർജിനൽ റവന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു യൂണിറ്റ് അധികമായി ഉൽപ്പാദിപ്പിച്ചപ്പോൾ, ഒരു യൂണിറ്റ് അധികം എന്ന് പറഞ്ഞാൽ 1 എന്നുള്ളത് 2 ആയി ഉൽപ്പാദിപ്പിച്ചപ്പോൾ ടോട്ടൽ റവന്യൂവിൽ വന്ന ചേഞ്ച് നോക്കൂ. 10 എന്നുള്ളത് എത്ര? 20 ആയി. ഇവിടെ വന്ന വ്യത്യാസം എത്ര? 10. അപ്പോൾ ആ 10 ആണ് മാർജിനൽ റവന്യൂ. ഇനി ആവറേജ് റവന്യൂ നോക്കുകയാണെങ്കിൽ എന്താ ആവറേജ് റവന്യൂ മീൻസ്?
ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. ടോട്ടൽ റവന്യൂ ഇവിടെ എത്ര 20/2 ഈസിക്കൽ ടു എന്താ 10. അപ്പോൾ അങ്ങനെ ആവറേജ് റവന്യൂ എന്തായി 10 ആയി. ദെൻ നെക്സ്റ്റ് കേസിൽ വീണ്ടും എന്ത് ചെയ്തു, മൂന്നാമത്തെ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു അല്ലേ. അപ്പോൾ 3 × 10 ഈസിക്കൽ ടു 30 ടോട്ടൽ റവന്യൂ. ഇവിടെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ 20 എന്നുള്ളത് 30 അപ്പോൾ വീണ്ടും വ്യത്യാസം എത്ര 10. ദെൻ ആവറേജ് റവന്യൂ എടുക്കുകയാണെങ്കിലോ 30/3 അല്ലേ. അതാണ് ടോട്ടൽ റവന്യൂ ഈസിക്കൽ ടു ടോട്ടൽ റവന്യൂ 30, ക്വാണ്ടിറ്റി എത്രയാണ് 3, അപ്പോൾ വീണ്ടും ആവറേജ് റവന്യൂ എന്താണെന്ന് കിട്ടി 10 ആണെന്ന് കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് കാണാവുന്നതാണ്, ആവറേജ് റവന്യൂ, ടോട്ടൽ റവന്യൂ, മാർജിനൽ റവന്യൂ കണ്ടെത്താവുന്നതാണ്. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോഫിറ്റ്. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ടോട്ടൽ റവന്യൂവും അല്ലേ ടോട്ടൽ കോസ്റ്റും. അതായത് നമുക്ക് കിട്ടിയ മൊത്തം വരുമാനവും മൊത്തം ചിലവും കുറച്ച് കഴിഞ്ഞാൽ കിട്ടണമാണ് എന്ത് ലാഭം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ റവന്യൂന്ന് ടോട്ടൽ കോസ്റ്റ്, അതായത് മൊത്തം വരുമാനത്തിന് മൊത്തം ചിലവ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യത്തിൽ നമുക്ക് എന്ത് പറയാം, വസ്തുവിന് എന്ത് പറയാം, പ്രോഫിറ്റ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് എപ്പോഴാണ് നമുക്ക് നഷ്ടം ഉണ്ടാവുക, അതായത് നഷ്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, അതായത് വരുമാനത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ചിലവ് വരികയാണെങ്കിൽ അവിടെ ലോസ് ആണെന്ന് ഉറപ്പാണല്ലോ അല്ലേ. അപ്പോൾ എന്താവും അവിടെ ഉണ്ടാവുക, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും ടോട്ടൽ റവന്യൂവിനേക്കാൾ. പറഞ്ഞ് മനസ്സിലായോ. അതായത് മൊത്തം വരുമാനത്തേക്കാൾ കൂടുതൽ നമുക്ക് ചിലവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ, ലോസ്. അപ്പോൾ ലോസ് കാണാൻ എങ്ങനെ, ടോട്ടൽ കോസ്റ്റ് അല്ലേ ഗ്രേറ്റർ ദാൻ ഏതാണ് ടോട്ടൽ റവന്യൂ. അതായത് ടോട്ടൽ റവന്യൂവിനേക്കാൾ കൂടുതലാണ് ചിലവെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറയാം, നമുക്ക് നഷ്ടം സംഭവിച്ചു എന്ന് പറയാം. ഇത്രയാണ് നമ്മുടെ ഈ ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.